ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങളാണ്. ഇന്ന് ഞാൻ ജോലിയും കഴിഞ്ഞ് വരുന്ന വഴിക്ക് നമ്മുടെ AR ക്യാമ്പിൻ്റെ തൊട്ട് മുമ്പിൽ പുതുതായിട്ട് രൂപ കൊടുത്ത പുതിയൊരു പാർക്കാണ് നെഹ്റു പാർക്ക്. അതിൻ്റെ ചുറ്റുവട്ടവും എല്ലാം വളരെയധികം ടൂറിസം മേഖലയായിട്ട് കൊണ്ടുവന്ന ഒരു വലിയ പാർക്കും എല്ലാം പണിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് ട്രെയിൻ വന്ന് കിടക്കുന്നു. റെയിൽ റോഡും പാർക്കും ഇപ്പുറത്തെ സൈഡിൽ മെയിൻ റോഡും ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു സംഭവമാണ് ഈ പാർക്കെന്ന് പറയുന്നത്. നമ്മുടെ കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും നെഹ്റു പാർക്ക്, അല്ലെങ്കിൽ വയോജന പാർക്ക്. പുതിയ ഒരു പാർക്കിനും അവിടെ അതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും വന്ന് കളിക്കാനും എല്ലാം ഉള്ള സൗകര്യത്തോടു കൂടി ഇപ്പോൾ പുതുതായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞ് രൂപപ്പെട്ട ഒരു പാർക്കാണ്. അവിടെ കിടക്കുന്ന ട്രെയിനാണ്. അവിടുത്തെ മതിൽ അതിൻ്റെ ഡെക്കറേഷൻ പോലെ അതിനകത്ത് പെയിൻറ്റിങ്ങൊക്കെ ആയിട്ട് കാണുന്നു. മുകളിലായിട്ട് മേൽപ്പാലം കടന്നു പോകുന്നു. നമ്മുടെ കൊല്ലം ബീച്ചിലേക്കുള്ള മേൽപ്പാലം അതാണ്. പിന്നെ കൊല്ലം റോഡ് മുകളിൽ കാണുന്ന പാലം. ഈ പാലത്തിൻ്റെ താഴെയായിട്ടാണ് ഇത്രയും സംഭവങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടുന്ന കളിക്കാനായിട്ടുള്ള സൗകര്യങ്ങളാണ് കൂടുതലും. ഈ കാണുന്നത് കണ്ട കൂട്ടുകാർ വോളിബോൾ കളിക്കുന്നു, ഹോക്കി, അതുപോലെ തന്നെ ബാഡ്മിൻ്റൺ, ചെസ്, ഇതെല്ലാം കളിക്കാനുള്ള സൗകര്യം ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. കൂടുതലും പ്ലേ ഗ്രൗണ്ടുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൺകുട്ടികൾ, നല്ല ചുറുചുറുക്കുള്ള ആൺകുട്ടികൾ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ വന്ന് കളിക്കുന്നു. ഞാൻ വീഡിയോ മൊത്തം കവർ ചെയ്ത് കിട്ടത്തക്കവണ്ണം ഒരു വീഡിയോ എടുക്കുകയാണ്. ഞാനങ്ങനെ നടന്ന് കാണുന്നു. ഇപ്പുറത്തായിട്ട് ഉദ്ഘാടനം നടക്കുന്നുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ ME ബേബി ജനറൽ സെക്രട്ടറി ആയിരിക്കും എന്തോ ഉദ്ഘാടനമൊക്കെ നടക്കുന്നു. അതിൻ്റെ വന്ന പെൺകുട്ടികളൊക്കെയാണ് യൂണിഫോമൊക്കെ ഇട്ട് അവരിതിനകത്ത് കയറി പാർക്കൊക്കെ കാണുന്നു. ഇത് കണ്ട ഇതൊരു ജിമ്മാണ്. ഒരു രക്ഷയില്ല. ആൺകുട്ടികൾക്ക് വന്ന് ഇവിടെ കുത്തിമറിയാം. ഇവിടെ പല തരത്തിലുള്ള ജിമ്മിന് പറ്റിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കാണുന്നില്ലേ ഈ പയ്യനിങ്ങനെ ബോഡി ഉണ്ടായിട്ട് മൂവ് ചെയ്യിക്കുന്നത്. ഇതിനെല്ലാം ഉള്ള സൗകര്യം ഈ പാർക്കിലുണ്ട്. ഒരു സംഭവമാണ് ഈ പാർക്ക്. ഞാൻ ഇന്നാണ് കാണുന്നത്. എൻ്റെ മോൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത് ഈ പാർക്ക് കയറി കാണാമെന്ന്. അങ്ങനെയാണ് ഇതിനകത്ത് കയറി ഇന്ന് കണ്ടത്. ഒരു സംഭവം തന്നെയാണ്. ഈ കളികൾ പലതരത്തിലുള്ളത്, വോളിബോളും, എനിക്ക് പറയാൻ വയ്യ, എല്ലാം ഉണ്ട് ഇവിടെ. ആൺകുട്ടികൾക്ക് ഇപ്പോൾ എന്തായാലും ഉത്സാഹത്തോടുകൂടി ഇവിടെ നിന്നതെല്ലാം കളിക്കുന്നു. കുട്ടികൾ കുറച്ച് പേര് കാണുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ എല്ലാവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റാണ്. ഇവിടെയൊക്കെ വൈകുന്നേരങ്ങളിൽ എല്ലാം സ്പെൻഡ് ചെയ്യാൻ. അകത്ത് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള വിശാലമായിട്ടുള്ള പാർക്കുമുണ്ട്. ഇത് അതിൻ്റെ പുറത്ത് ആയിട്ടുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നു. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ നല്ല സൗകര്യമുണ്ട്. ഇവിടെയായിട്ട് ഇത് ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് തുടങ്ങുന്ന തീയതി അവിടെ എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൽ ചെമ്പൊടിയൊക്കെ കണ്ട അവിടെയാണ് ME ബേബി അദ്ദേഹത്തിൻ്റെ പടം അവിടെ വെച്ചിരിക്കുന്നില്ല. ഇതിൻ്റെ പരിപാടി നടത്താൻ മുനിസിപ്പൽ കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളാണ് കാണുന്നത്. കൊല്ലത്താണ്. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. കേശവൻ മെമ്മോറിയൽ ടൗൺ. ഇവിടെയായിട്ട് ഒരു കച്ചവടം നടക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ അവർ തന്നെ പറയും. ഈ കുട്ടികളൊക്കെ ഇവിടെ എല്ലാം നടന്ന് കാണുകയും അമ്മന്നൊക്കെ നെല്ലിയൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ ചുറ്റുവട്ടത്തും എല്ലാം ഉള്ള ഒരു വീഡിയോയാണ് ഇവിടെ നിന്ന് കവർ ചെയ്ത് കിട്ടുന്ന. നെഹ്റു പാർക്കിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്. ചിൽഡ്രൻസ് പാർക്ക്, വയോജന പാർക്ക്, നെഹ്റു പാർക്ക് എല്ലാം ഉള്ള പേരുകളാണ്. അങ്ങനെ ഞാൻ അകത്തേക്ക് പടവുകൾ ഇറങ്ങി പ്രവേശിച്ചു. അതിൻ്റെ മുമ്പിലായിട്ട് ചെടികളെല്ലാം
വളർത്തുന്നുണ്ട്. നമുക്കൊരു ഫ്ലവർ ഷോ കാണാൻ പോകുന്ന ഒരു പ്രതീതിയായിരിക്കും അകത്തോട്ട് കയറുമ്പോൾ തോന്നുന്നത്. കാരണം ചെടികൾ, ഇലച്ചെടികളും പൂക്കളും എല്ലാം ഉള്ള ചെടികളെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള പൂക്കൾ, ചെമ്പരത്തി പൂവേ ചൊല്ലി വേദനങ്ങി കണ്ടോ അമ്പലത്തിൽ നല്ലയോ എണ്ണരത കോശം. പൂക്കളെല്ലാം വളർത്തി വെച്ചിട്ടുണ്ട്. ഈ പാട്ടൊരു ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്, അതുകൊണ്ട് ഞാനൊന്ന് പാടുക. എല്ലാവർക്കും ക്ഷമിക്കും. ചെമ്പരത്തിയാണ്, നല്ല ചെമ്പരത്തി പൂക്കളും എല്ലാം നിൽക്കുന്നുണ്ട്. റോസ ഉണ്ട്, വെള്ള റോസ, പല തരത്തിലുള്ള പൂക്കളും ചെടികളും എല്ലാം അവിടെ എല്ലാം ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തെല്ലാം കറങ്ങി നടന്ന് കാണാം. പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതായതുകൊണ്ട്, ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് പാർക്കിനകത്ത് ഒരുപാട് ആളുകളില്ല. ഇത് കണ്ട സീസ, കുട്ടികളൊക്കെ ഇവിടെ വന്ന് അവധി ദിവസങ്ങളിലാണെങ്കിൽ ഇനി അത് കണ്ടും കേട്ടും അറിഞ്ഞ ആളുകൾ കൊടുത്തതേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തുകൊണ്ട് അകത്തോട്ട് നടക്കുന്നു. മോൻ പറയുന്നത് പോലെ ഇടയ്ക്കൊക്കെ അമ്മയെ കാണിക്കണമെന്ന്. സത്യമാണ്, ഇടയ്ക്കൊക്കെ നമ്മൾ ഇവിടെയൊക്കെ ഉണ്ടെന്നൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ നടന്ന് കാണുന്ന ഒരു വീഡിയോയും കൂടി എടുത്തത്. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ ഇതെല്ലാം ആസ്വദിക്കുന്നു. ഞാനും മോനും മോൻ്റെ ഫ്രണ്ടും കൂടാണ് ഇതിനകത്ത് വന്നത്. ഞാൻ ഇതിനകത്തേക്ക് കടന്ന് കഴിഞ്ഞിട്ടാണ് അവർ വന്നത്. ഞാനിതെല്ലാം ഒരു റൗണ്ട് എല്ലാ വീഡിയോയും എടുക്കുകയാണ്. വേണ്ട, കുട്ടികൾ കറങ്ങി ഉല്ലസിക്കുന്നു. ഉടനെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോയും കൂടെ എടുത്ത് കൂട്ടുകാരെ ഇതെല്ലാം കാണിക്കുന്നതിന് വേണ്ടിയാണ്. കുട്ടികളുള്ളവർക്കെല്ലാം ഈ പാർക്കിൽ വന്നിങ്ങനെ കൊച്ചു കുട്ടികളെ ഉല്ലസിപ്പിക്കാം, നമുക്കും എൻജോയ്മെൻറ്റാണ്. വേണ്ട, ചെടികൾ കണ്ട കൂട്ടുകാരെ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളുള്ള വ്യത്യസ്ത ചെടികൾ ഇവിടെ എല്ലാം നിരത്തി അടുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. റോസായുണ്ട്. ദിവാകരൻ, നമ്മുടെ മുൻ തൊഴിൽ മന്ത്രി ശ്രീ ദിവാകരൻ, ടി കെ ദിവാകരൻ, അദ്ദേഹത്തിൻ്റെ സ്മാരകവും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അകത്താണ് ഇത്. ചിൽഡ്രൻസ് പാർക്ക്, അവിടെ ഊഞ്ഞാലാടാം. കൊച്ചുകുട്ടികളൊക്കെ ഊഞ്ഞാലാടി രസിക്കുന്നു. ഊഞ്ഞാലാടുന്നത് കണ്ടപ്പോൾ എനിക്കും ഊഞ്ഞാലാടാൻ ടെംപ്റ്റേഷൻ ഉണ്ടായി. പക്ഷെ ഞാൻ കൊച്ചുകുട്ടികൾ ഊഞ്ഞാലാടുന്നത് കണ്ട് രസിച്ചു. കൊച്ചുകുട്ടികൾക്ക് വേണ്ടി മാത്രമാണെന്ന് തോന്നുന്നു ഊഞ്ഞാലാട്ടം. കണ്ട മുതിർന്ന ലേഡീസ്, അവർ അമ്മയും മോളും കൂടി ഇരുന്ന് ഊഞ്ഞാലാടുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മുതിർന്നവർക്ക് ഊഞ്ഞാലാടാം. അവസരം വരുമ്പോൾ ഞാനും ഊഞ്ഞാലാടും. അവർ എന്നെ തന്നെ നോക്കുന്നു, ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോഴും ഞാൻ കാര്യം പറഞ്ഞു. അപ്പോഴവർക്ക് സന്തോഷമായി. കുട്ടികളെ വീഡിയോ എടുക്കുന്നതിൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല, ഒന്നും പറഞ്ഞില്ല. ഞാൻ വീഡിയോ എടുക്കുന്നത് അവർ നോക്കുന്നു. അങ്ങനെ ചെടികളും പൂക്കളും പല കളിക്കുന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് ഉള്ളൊരു അടിപൊളി പാർക്ക്. എത്രയോ നാളായിട്ട് ഇതിങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ഓരോന്നിനും ഓരോ സമയമുണ്ടെന്ന് പറയുന്നത് അതാണ്. ഈ പാർക്കിന് ഇപ്പോഴാണ് ഒരു സമയം തെളിഞ്ഞത്. ഇനി ഇവിടെ ഇഷ്ടംപോലെ ആളുകളും എല്ലാം വരികയും, ഇവിടെ ഒരു ടീ കോഫി കൊടുക്കുന്ന ഒരു സെൻറ്ററുണ്ട്. അവിടെ ഒരു അപ്പൂപ്പനാണ് ഇരുന്നത് ആദ്യം ഞാൻ ചെന്നപ്പോൾ. ആ പുള്ളി ചായയെല്ലാം കൊടുക്കുന്നു. നമുക്ക് അവിടെ തന്നെ തൊട്ടടുത്തൊരു സ്ഥലത്തിരുന്ന് കുടിക്കാം. കുട്ടികൾ താഴോട്ട് ചാടുന്നു, താഴോട്ട് ഇങ്ങനെ ഇറങ്ങുന്നു. മോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മോനെ നോക്കി ചിരിക്കരുത്. അങ്ങനെ ആ മോൻ ചിരിച്ചു. അവൻ അവിടെ തിമിർക്കുന്നു. പിള്ളേരെല്ലാവരും കൊണ്ട് രണ്ട് താത്തമാർ കൂടെ നിൽക്കുന്നുണ്ട്. അവരുടെ ആ മക്കളുടെ അമ്മയായിരിക്കും. അങ്ങനെ ഇപ്പുറത്ത് കണ്ട ഒരു മരം കണ്ടപ്പോൾ എനിക്ക് പിന്നെയും ഒരു വീഡിയോ എടുക്കാനൊരു മോഹം. അങ്ങനെ ഞാൻ വീണ്ടും വീഡിയോ എടുത്തും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. നടന്നെല്ലാം കാണുന്നു. ഇതാണ് ഈ ഒറ്റയ്ക്കുള്ള വരവും ഒരു എൻജോയ്മെൻറ്റാണ്. ഇതിനകത്ത് അധികം ആരുമില്ല. സൂപ്പറാണ്. കാരണം ഇതിനകത്ത് കയറണമെന്നൊന്നും ആർക്കും അത്ര അറിയാൻ വയ്യെന്ന് തോന്നുന്നു. തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇനിയും ഇതിനകം
നല്ല ജനനിമിടമാവും ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ. അവിടെ ഒരാൾ വന്നെങ്കിയിരുന്നു. എല്ലാവർക്കും ഇത് അടിപൊളി ഒരു പ്രതിമയാണ്, ഒരു ശില്പമാണ്. നമ്മുടെ കാനായി കുഞ്ഞിരാമനാണ് എല്ലാ ശില്പങ്ങളും, മിക്ക ശില്പങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതും അദ്ദേഹമായിരിക്കാനാണ് സാധ്യത. എനിക്ക് വ്യക്തമല്ല, അവിടെ അങ്ങ് എഴുതി വെച്ചത് കണ്ടില്ല. കിടിലം ഒരു ശില്പമാണ്. സ്ത്രീ രൂപം, ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു എടുത്തു നിൽക്കുന്നു. മരങ്ങളും പൂക്കളും ചെമ്പരത്തിയും എല്ലാം ഉണ്ട്. അത് റോഡ് ഇടത് സൈഡിൽ റോഡും കാണാം, വലത് സൈഡിൽ ട്രെയിൻ പോകുന്ന റോഡുമാണ്. ഇതിൻ്റെ മധ്യത്താണ് ഈ സംഭവം. ഈ പാർക്ക് എല്ലാം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കൊല്ലത്തെക്കുറിച്ച് ഓർത്ത് നമുക്ക് അഭിമാനിക്കാം. ഒരുപാട് കാര്യങ്ങളാണ്, ടൂറിസവും എല്ലാം നല്ല വികസനങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും നല്ല ക്ലീനാക്കി, വേസ്റ്റ് എല്ലാം ഇടുന്നതിന് പ്രത്യേകം സെറ്റ് ചെയ്ത് നല്ല സെക്യൂരിറ്റി സൗകര്യവും എല്ലാം അവിടെ നിന്ന് വാച്ച് ചെയ്യുന്നതിനെല്ലാം ആളുകളും എല്ലാം ഉണ്ട്. അതിഗംഭീരമായിട്ടുണ്ട്. ഇതിനകത്തൊന്ന് കയറി കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. നല്ല ഒരു വഴി പോലെ കാണുന്നത് കണ്ടാൽ ഇങ്ങനെ എല്ലായിടത്തും നമുക്ക് കറങ്ങി നടക്കാം. അതാണ് കൊച്ചുകുട്ടി വരെ മുകളിലിരുന്ന് കറങ്ങുന്നു, അങ്ങോട്ടൊക്കെ നോക്കുകയും ചെയ്യുന്നത്. ഞാൻ ആ കുഞ്ഞിൻ്റെ ഒരു വീഡിയോ എടുത്ത് കുട്ടികൾക്കാണ്, കുട്ടികളുടെ പാർക്കും കൂടാണ്. കളിക്കാം, ആൺകുട്ടികൾക്ക് സന്തോഷം, കൊച്ചുകുട്ടികൾക്ക് പാർക്കിലും കളിക്കാം, എല്ലാം കൊണ്ടും അടിപൊളി. ഇന്നാണ് ഞാൻ ഇത് കാണുന്നത്. ഇതിൻ്റെ മുമ്പിൽ കൂടാണ് ഇന്ന് ഞാൻ ജോലിക്കെല്ലാം പോവുകയും വരികയും ചെയ്യുന്നത്. പക്ഷേ ഇത്ര ഒരു എൻജോയ് ചെയ്ത് ഇതിനകത്ത് കയറി കണ്ടതില്ലാണ്. ഇവിടെ നിൽക്കുന്ന പൂവാണ്, ഇതെല്ലാം പൂവ്, ഇതെല്ലാം പല പല വഴികളാണ് അതിനകത്തുള്ള. പാർക്കിനകത്ത് ചെടിച്ചട്ടിയിലും അല്ലാതെയും എല്ലാം ഇഷ്ടംപോലെ ചെടികൾ കൊണ്ടുവന്ന് എല്ലായിടത്തും വളർത്തുന്നുണ്ട്. എല്ലാം കൂടുതലായിട്ട് ഇപ്പോൾ കൊണ്ടുവന്നതായിരിക്കും. ഒരുപാട് നാളായിട്ട് ഇത് തുറക്കാതെ കിടന്ന ഒരു പാർക്കാണ്. ഇത്രയും ഒരു വികസനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മുടെ കൊല്ലംകാർക്ക് ഇത് അഭിമാനമാണ്. നമുക്ക് സമയം കിട്ടുമ്പോൾ, രക്ഷത്തേൽ കിട്ടുമ്പോൾ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുകയും കഥകൾ പറയുകയും കുറച്ച് പഴയ കാലങ്ങൾ ഓർക്കുകയും എല്ലാം. മുനിസിപ്പൽ കോർപ്പറേഷനൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ തൊഴിൽ മന്ത്രിയുടെ പേരും എല്ലാം. ഇതെല്ലാം വൈവിധ്യമാർന്ന ചെടികളാണ്. എല്ലാവർക്കും പാർക്കിലെ വിശേഷങ്ങളുമൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കുട്ടികൾ എൻ്റെ കൂടെ വന്ന് എൻ്റെ മോനും ഫ്രണ്ടും അവിടെ നിന്ന് സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഈ പാർക്കിലേക്ക് വന്നത്. ഇനി അവരും പാർക്കിലേക്ക് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഞാനും അവരും കൂടെ അവിടെ ഇരുന്നു. ആ ഫ്രണ്ടിൽ ഇന്ന് 3 ദിവസം ഈ കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞു. അവർ തന്നെ കാര്യങ്ങൾ പറയും. ഒരു നഴ്സറി ചെടികളാണ്. അവരോട് ഞാൻ നഴ്സറിയുടെ പേരും കൂടെ പറഞ്ഞു. ഇത് ഞങ്ങൾ വന്നിരിക്കുന്നത് മേടയമുക്കിലുള്ള ഹരിതലക്ഷ്മി ബ്ലോക്ക് ലെവൽ നഴ്സറിയിൽ നിന്നാണ്. ഇപ്പം ഈ ഇരിക്കുന്നത് എൻ്റെ പേര് ശോഭ, എൻ്റെ പേര് ബിന്ദു. എല്ലാം പറഞ്ഞു, ഉള്ള സാധനങ്ങളെല്ലാം പറഞ്ഞു. ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ഇന്നിപ്പോൾ ഉള്ളത് ഇത് പയറ്, ഇത് പച്ചമുളക്, ഇത് തക്കാളി, ഇത് വഴുതന, ഇത് പാലച്ചീര, ഇത് ബീറ്റ്റൂട്ട്. എല്ലാ ദിവസവും ഉണ്ടോ? ഇല്ല, ഇത് 3 ദിവസത്തേക്ക്. ഇത് കൊല്ലം കോർപ്പറേഷനിലെ കുടുംബശ്രീയുടെ വകയായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ശരി. മാഡത്തിൻ്റെ പേരെന്താ? എൻ്റെ പേര് ഷീല. എവിടാ വീട്? വീട് ഇവിടെ അടുത്താ. ഈ പാർക്കിൽ വന്നതാ, അന്നേരം ഇത് കണ്ടത്. ശരി. ഇത് ഒരു പുൽത്തകിടിയാണ്. ആ ട്രെയിൻ കിടക്കുന്നതിൻ്റെ ഇപ്പുറത്ത് സൈഡിലായിട്ട് ആ കുട്ടികളുടെ പ്ലേ സ്ഥലങ്ങളുടെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു പുൽത്തകിടിയുണ്ട്. അതിൻ്റെ മുമ്പിൽ നമുക്ക് ഇരുന്ന് ആസ്വദിക്കാം. ട്രെയിനും കാണാം, ട്രെയിനിൽ പോകുന്ന ആളുകളെയും കാണാം, ഈ കുട്ടികളുടെ കളികളും കാണാം. എല്ലാം കൊണ്ട് എൻജോയ്മെൻറ്റ്. അതുവഴി നടന്നു പോകുമ്പോഴാണ് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ബാഡ്മിൻ്റൺ. ഇപ്പോൾ എനിക്കിത് കണ്ണ് കാണാൻ വയ്യ.
അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് എല്ലാവരും കണ്ടില്ലേ? വോളിബോളെന്നും പിന്നെ അവിടുത്തെ എന്താണോ കളിക്കുന്ന അതിൻ്റെ എല്ലാം ഭിത്തിയിൽ. പിന്നെ ജിമ്മുണ്ട്. ഇത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അതിൻ്റെ അങ്ങോട്ട് ചെന്ന് കയറുമ്പോഴുള്ള ജിമ്മാണ്. ആൺകുട്ടികൾ പലരും അതിനകത്ത് കിടന്ന് കസരത്ത് കാണിക്കുന്നു. 3 ആൺകുട്ടികൾ അവിടെ നിന്ന് എന്നെ നോക്കുന്നത് കേൾക്കുന്നു. അവർ ചിരിക്കുന്നു ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട്. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ളതിനകത്ത് കയറി കിടന്ന് ചിരി നേരെ പുത്രൻ ഫ്രണ്ട് ഹൈറ്റ് നോക്കട്ടെ നേരെ ചിരി. ഞാൻ പറഞ്ഞു ചിരിക്കുക. അങ്ങനെ അവൻ ചിരിച്ചു. അങ്ങനെ ഞങ്ങൾ 3 കൂടെ അവിടെ ഇരിക്കുകയാണ് പാർക്കിൽ. ഹലോ 3 പേരും ചിരി. കുറച്ച് സമയം അവിടെ ഇരുന്ന് ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിക്കുന്നു. അങ്ങനെ പാർക്കിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ഗുഡ് നൈറ്റ്.